ഇന്ന് സമൂഹത്തിൽ കുറേയധികം ആളുകൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞാൽ പോലും ആരും ഇതിനുള്ള ചികിത്സകൾ കൃത്യമായി നേടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പല ടിപ്പുകളും പ്രാവർത്തികമാക്കാനായിട്ട് വീടുകളിൽ ശ്രമിക്കുക, അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ടിപ്പുകളെല്ലാം തന്നെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഡോക്ടറെ അടുത്തോട്ട് ഇതിനുള്ള ചികിത്സയ്ക്ക് എത്താറുള്ളത്. അങ്ങനെ എത്തിയ ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ആനോറക്ടൽ ഡിസീസസ് അഥവാ മലദ്വാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഫിഷർ, ഫിസ്റ്റുല, അതുപോലെ തന്നെ പൈൽസ് തുടങ്ങിയ അസുഖങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിലൂടെ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യുവാക്കളിൽ ഏറ്റവും കൂടുതൽ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈവനിങ് ടൈമുകളിൽ അൽഫാം, മന്തി, അതുപോലെ തന്നെയുള്ള അൽഫാമിൽ തന്നെ പെരിപ്പെരി, കാന്താരി തുടങ്ങിയ എരിവ് കൂട്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്. ഇതിലുള്ള ചിക്കനിലാണെങ്കിലും ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒട്ടും തന്നെ ഇല്ല. അതുപോലെ തന്നെ എരിവ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെ നമ്മുടെ കുടലിൻ്റെ അവസാന ഭാഗത്ത്, അതായത് നമ്മുടെ മലദ്വാരവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തെ നെർവ്സിന് ഒരു ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഏരിയയിൽ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസിൽ കൂടുതലായിട്ട് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെയുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് കണക്കാക്കുന്നത് ടോയ്ലറ്റുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ടോയ്ലറ്റുകളിലാണ്. അപ്പോൾ ഒരു 3 മിനിറ്റിൽ കൂടുതലായിട്ട് പലപ്പോഴും ടോയ്ലറ്റിൽ ഇരിക്കുന്ന പക്ഷം നമ്മുടെ പെൽവിക് മസിൽസ്, അതായത് അടിവയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മസിൽസിൽ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവാനും നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബ്ലഡ് വെസൽസിനും അവിടുത്തെ ഒരു മസിൽസിനും വേസ്റ്റിംഗ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ഇതെല്ലാം തന്നെ പലതരത്തിലും ഫിഷർ, ഫിസ്റ്റുല പോലെയുള്ള ബുദ്ധിമുട്ടുകളും മലബന്ധം ഉണ്ടാക്കാനും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുറയുന്നത് ബന്ധം ഉണ്ടാവാനും അത് പിന്നീട് പൈൽസും ഫിസ്റ്റുല പോലുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് മാറാനും സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഈ പൈൽസോ ഫിഷറോ ഉള്ളവരിൽ ഒരു ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫിസ്റ്റുല വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ ഹൈജീൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഫിസ്റ്റുല വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ടെങ്കിലും ഒട്ടും ഹൈജീൻ കുറവ് കൂടെയാണെങ്കിൽ അത് വളരെയധികം ഇതിനെ വേഴ്സൺ ചെയ്യാനും സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയങ്ങൾ വളരെ കുറച്ചുകൊണ്ട്, അതായത് എരിവ് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും അത് എസ്പെഷ്യലി ഫൈബ്രസ് അല്ലെങ്കിൽ വളരെയധികം ലിമിറ്റ് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ ഈ മലദ്വാര ബന്ധമായിട്ട് അല്ലെങ്കിൽ ആനോറക്ടൽ ഡിസീസസിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് സ്വയമേ സംരക്ഷണം സാധ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിൽ മലദ്വാര ബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക. പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖം മാത്രമാണത്.